അപ്പം എല്ലാ വർഷവും ഓണം സമയമാകുമ്പം നമ്മൾ മലയാളികളെല്ലാം കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് ഓണക്കിറ്റ്. ഒന്നെങ്കിൽ ഓണക്കിറ്റിൽ പ്രതിസന്ധികളായിരിക്കും, അതല്ലെങ്കിൽ ഓണക്കിറ്റിൽ സാധനങ്ങൾ കുറവായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഓണക്കിറ്റ് വെട്ടിക്കുറച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരിക്കും. എന്തൊക്കെയായാലും മലയാളിക്ക് പ്രതിസന്ധികൾ തന്നെയാണുള്ളത്. അപ്പോൾ ഇത്തവണ വി.ഡി. സതീശൻ ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. ഓണ സമ്മാനമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത് വിലക്കയറ്റം മാത്രമാണ്. അതുകൊണ്ട് ഇത്തവണത്തെ വിപണിയിലെ ഓണക്കിറ്റിന്റെ വില കുറയ്ക്കുക അല്ലെങ്കിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെടില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പിണറായി സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓണക്കിറ്റ് ഇന്ന് തൊട്ട് കൊടുത്തു തുടങ്ങും എന്നുള്ള രീതിയിലൊരു വാർത്ത വരുന്നുണ്ട്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാരിന്, എന്ന് സാമ്പത്തിക പ്രതിസന്ധി ഒഴിഞ്ഞുള്ള ദിവസങ്ങളില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം സപ്ലൈകോ വഴി മഞ്ഞ കാർഡുള്ള ആൾക്കാർക്ക് മാത്രമേ ഓണക്കിറ്റ് കൊടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലും വാർത്തകൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില സാധനങ്ങൾക്ക് വില കൂടുതലും ചില സാധനങ്ങൾക്ക് വില കുറവുമായിട്ടാണ് വിലയെ നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഇല്ല, ചില സാധനങ്ങൾക്ക് വില കുറവുണ്ട്, ചിലതിന് വില കൂടുതലുമുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഓണക്കിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സൗജന്യ ഓണക്കിറ്റ് ആയതുകൊണ്ട് ക്യാഷ് കൊടുക്കണ്ട, പക്ഷെ സപ്ലൈകോയിലുള്ള സാധനങ്ങളുടെ വിലയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് എത്ര പേരിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. കഴിഞ്ഞ വട്ടത്തെ പോലെ അല്ലെങ്കിൽ എല്ലാ വട്ടവും ഓണക്കിറ്റിന് കാണിക്കുന്ന തിരിമറികളൊക്കെ ഇത്തവണ ഉണ്ടാവുന്നുള്ളതൊന്നും യാതൊരുവിധ ഉറപ്പുമില്ല. പക്ഷേ വയനാട് ദുരന്തം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് വയനാട്ടിലേക്കുള്ള പുനരധിവാസത്തിന് ഇതുവരെ ഒരു നടപടികളും എടുക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെയാണ് പിണറായി സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഓണപരിപാടികൾ പാടില്ല എന്നുള്ളൊരു പ്രഖ്യാപനവും പിണറായി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഓണക്കിറ്റ് കൊടുക്കുക എന്നുള്ളത് സാധാരണ മലയാളിക്ക് കൊടുക്കേണ്ട അവരുടെ ഒരു അവകാശമാണ് ഓണക്കിറ്റ് എന്നുള്ളത്. അപ്പം ഓണക്കിറ്റ് ഇത്തവണ വിലക്കയറ്റത്തിലാണ് അല്ലെങ്കിൽ സപ്ലൈകോ വിലക്കയറ്റത്തിലാണ്, കൊടുക്കുന്ന കാര്യത്തിൽ പ്രതിസന്ധിയാണ് എന്നൊക്കെ രീതിയിൽ വലിയ രീതിയിലൊരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നുണ്ട് വിലക്കയറ്റമൊന്നുമില്ല, സപ്ലൈകോയിൽ ചില സാധനങ്ങൾക്ക് മാത്രമേ വില കൂടുതലുള്ളൂ, ബാക്കിയുള്ളതിനെല്ലാം വില കുറവുണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങളും ഇല്ല. ഈ വിലക്കുറവുള്ളതും വില കൂടുതലുള്ളതെന്ന് പറയുമ്പോൾ സാധനങ്ങൾ ഒട്ടുമിക്കതും ഇല്ല, അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നൊരവസ്ഥയുണ്ട്. എന്താണ് ഇത്തവണത്തെ ഓണക്കിറ്റ് കിട്ടുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? ഒരു സമയത്ത് പിണറായി വിജയൻ സഖാവ് വന്നപ്പോൾ തന്നെ, അതായത് അദ്ദേഹത്തിന്റെ സർക്കാർ വന്നപ്പോൾ തന്നെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചൊരു വലിയൊരു സമ്മാനമായിരുന്നു ഓണക്കിറ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. അപ്പോൾ അതുമായിട്ട് ആൾക്കാർ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് വന്നതാണെന്നു വലിയ രീതിയിൽ സബ്സിഡി കുറച്ചുകൊണ്ടുള്ള സപ്ലൈകോ വഴിയുള്ള സാധനങ്ങളുടെ ഒരു കൈമാറ്റം എന്ന് പറയുന്നത്, സാധനങ്ങൾ വിൽക്കുന്നത്. ഇപ്പോൾ എത്ര സപ്ലൈകോയിലെ സാധനങ്ങളുണ്ട്? ഇല്ല. പാലക്കാടായാലും വയനാടായാലും ഏത് സപ്ലൈകോയിൽ പോയി നോക്കിയാലും ഇല്ല, സാധനങ്ങളൊന്നുമില്ല. ഉള്ള സാധനങ്ങൾക്ക് വില കയറ്റമാണ്, വില കുറവൊന്നിനുമില്ല. പിന്നെയുള്ളത് ഓണക്കിറ്റിന്റെ കാര്യം. കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം, അതാണ് ജനങ്ങളുടെ അവസ്ഥ. പിന്നെ പറയുന്നൊരു ഉയരുന്നൊരു വിവാദമാണ് ഇതേപോലെ മഞ്ഞ കാർഡുകാർക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഈ ഒരു വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, വയനാട് ഉരുൾപൊട്ടിയ ഒരു പശ്ചാത്തലത്തിൽ അതും എത്ര പേരിലേക്ക് എത്തും എന്നുള്ളത് ഒരു അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. പിന്നെയുള്ളത് റേഷൻ കടകൾ വഴി ഓണക്കിറ്റിന് പുറമേ ഉള്ള സാധനങ്ങൾ, അതും കൃത്യമായിട്ട് എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഓണപരിപാടികളുടെ കാര്യം. ഓണപരിപാടികൾ നിലവിൽ സെക്രട്ടേറിയറ്റിലും ഉള്ളവർക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രമല്ലേ ഓണപരിപാടികൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഓണപരിപാടികൾ കൂടാവുന്നതാണ്. ഈ വിലക്കയറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ സർക്കാർ പ്രതിസന്ധി എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ മുതൽ സംഭാവനകളായി വലിയൊരു തുക തന്നെയാണ് പല മേഖലകളിൽ നിന്നുമായിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ ഒരുപക്ഷെ മറികടക്കാൻ ഈ ഒരു സംഭാവന കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും കവളപ്പാറയിലും മറ്റുമുള്ള നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾക്കുള്ള അവിടെയുള്ള ആർക്കും പുനരധിവാസം സാധ്യമായിട്ടില്ല. അപ്പോൾ വയനാടിൻ്റെ കാര്യത്തിൽ ഇനി എത്ര നാളെടുത്തായിരിക്കും ആ ഒരു പുനരധിവാസം സാധ്യമാകാം? ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപേ, ബജറ്റുകളൊക്കെ അവതരിപ്പിക്കുന്നതിനൊക്കെ മുൻപേ, നവകേരള സദസ്സ് നടക്കുന്നതിനൊക്കെ മുൻപേ, അപ്പോൾ തൊട്ട് തന്നെ അതിനൊക്കെ മുന്നേ തന്നെ സർക്കാർ നേരിട്ടുണ്ട് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി. അപ്പം വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷമൊന്നും അല്ല സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനെ ബാധിക്കാൻ തുടങ്ങിയത്. ബജറ്റ് അവതരിപ്പിച്ച സമയം ഇപ്പൊ എത്ര, കേരള സർക്കാരിന്റെ ഇപ്പൊ 2-3 ബജറ്റ് കഴിഞ്ഞു. ഈ ബജറ്റിന് മുന്നേ തന്നെ കേരള സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ സാമ്പത്തിക പ്രതിസന്ധികൾ കൂടി.
അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണ് കേരള സർക്കാരിൻ്റെ ഉന്നമനങ്ങൾ അന്യ സംസ്ഥാനങ്ങളെ പ്രദർശിപ്പിക്കണമെന്ന രീതിയിൽ 8 കോടി രൂപ എന്തോ ആണ് ചെലവഴിച്ചത്. അതിനുള്ള പൈസയൊക്കെ എവിടെ നിന്ന് വന്നു? അന്നേരം അതിനൊന്നും യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിനെ ബാധിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഈ 8 കോടി രൂപ ഇങ്ങനെ ചെലവഴിക്കുന്നത്? അത് ആലോചിക്കുക. വയനാട് ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്രയും കോടി രൂപ ചെലവഴിച്ച് സർക്കാരിൻ്റെ നേട്ടങ്ങൾ അന്യ സംസ്ഥാനങ്ങളിലുള്ളവരും അറിയണം എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇറക്കി അവിടുത്തെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്. അതിനൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട്. ഇത്രയൊക്കെ പ്രതിസന്ധികൾ നേരിട്ട് ഒരു വലിയ പ്രകൃതി ദുരന്തത്തെ അതിജീവിച്ച് ഒരു കൂട്ടം മനുഷ്യർ അവിടെ നിൽക്കുകയാണ്. ഓണം വരികയാണ്. ഓണക്കിറ്റിന് വേണ്ടി മഞ്ഞക്കാടുകാർക്ക് മാത്രമാണ്. ഇതിപ്പോ ഒരു കാട്ടിക്കൂട്ടലുകളാണ് കാണിക്കുന്നത്. ഈ ഒരു ഓണക്കിറ്റ് എന്ന് പറഞ്ഞൊരു പ്രഹസനം മാത്രമാണ്. കൃത്യമായൊരു ഓണക്കിറ്റ് വിതരണമല്ല സർക്കാർ ഈ ഒരു ഇപ്പോഴത്തെ ഓണത്തിന് അവർ ഉദ്ദേശിക്കുന്നത്. മഞ്ഞക്കാട് വഴി കൊടുക്കാന്ന് പറയുമ്പോൾ അത്രയും ഓണക്കിറ്റുകളുടെ ഇറക്കുന്നതിൽ കുറയും. പിന്നെയുള്ളത് ഓണക്കിറ്റിലെ സാധനങ്ങളുടെ അളവിലെ കാര്യമാണ്. എത്രത്തോളം ഐറ്റംസ് അതിലുണ്ട് എന്നതും ആ ഐറ്റംസിൻ്റെ അളവ് ക്വാണ്ടിറ്റിയിലുള്ള വ്യത്യാസമാണ്. വെറും ഒരു കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് ഇന്ന് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ അഥവാ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്തെങ്കിലും നവകേരള പിന്നെ കേരളീയം അപ്പം അങ്ങനെ കുറച്ച് നടന്നായിരുന്നല്ലോ. അപ്പോൾ ഇതിനെല്ലാം മറികടക്കാൻ വേണ്ടി ആ ഒരു ഇതിലുണ്ടായ ഒരു സാമ്പത്തിക വീഴ്ച നികത്താൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളൊരു തത്രപ്പാടിലാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു ഓണക്കിറ്റിലൂടെയും കുറയ്ക്കുന്നതിലൂടെയും വിലക്കയറ്റത്തിലൂടെയും അവർ ഉദ്ദേശിക്കുന്നത്. എത്ര പേരിലേക്ക് എത്തുമെന്നുള്ളത് കണ്ടറിയാവുന്ന കാര്യമാണ്.